നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിൽ നിന്നും അതീവ ദുഃഖകരമായ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഛത്തീസ്ഗഡിലെ ജാഷ്പൂർ ജില്ലയിൽ ചാർട്ടേഡ് വിമാനം കുന്നിലിടിച്ച് തകർന്ന് 2 പൈലറ്റുമാർക്ക് ദാരുണാന്ത്യം. ഉച്ചയ്ക്ക് ശേഷം നാരായൺപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ആരക്കുന്നിന് സമീപമാണ് ഇത്തരത്തിൽ വലിയ 2 പൈലറ്റുമാർക്ക് ജീവൻ നഷ്ടമാകുന്ന തരത്തിലുള്ള അപകടം സംഭവിച്ചിരിക്കുന്നത്. അമിതമായി വിമാനം താഴ്ന്നു പറന്നു. ഇതായിരിക്കാം അപകടത്തിന് കാരണമായതെന്നാണ് നിലവിലെ നിഗമനം. നിലത്തിൽ നിന്ന് ഏകദേശം 30 അടി മാത്രം ഉയരത്തിൽ പറക്കുകയായിരുന്ന വിമാനം കുന്നിലിടിച്ച ശേഷം തകർന്നു വീഴുകയായിരുന്നു. അപകടത്തിന് തൊട്ടു മുൻപ് വിമാനം മരങ്ങൾക്ക് മുകളിലൂടെ അസ്വാഭാവികമായ രീതിയിൽ താഴ്ന്നു പറന്നിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. ഒരൊറ്റ എഞ്ചിൻ മാത്രമുള്ള ചെറിയ വിമാനമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. സംഭവ സ്ഥലത്ത് രക്ഷാപ്രവർത്തകർ അടക്കം എത്തി രക്ഷാപ്രവർത്തനം നടത്തി. പൈലറ്റുമാരുടെ മരണവിവരവും അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നതും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ കിട്ടിയ ശേഷം മാത്രം അതിനനുസരിച്ചുള്ള നടപടികൾ അധികൃതരോട് അറിയിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും 2 പൈലറ്റുമാർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. 30 അടി മാത്രം, അതായത് നിലത്ത് നിന്ന് 30 അടി മാത്രം ഉയരത്തിലായിരുന്നു ഈ വിമാനം പറന്നത്. അതായത് അത്രയും താഴ്ന്നു പറന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന നിഗമനത്തിലാണ് നിലവിൽ എല്ലാവരും എത്തിയിരിക്കുന്നത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് അരങ്ങേറിയിരിക്കുന്നത്. നമ്മളിനി മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. അതായത് ഹൈദരാബാദിൽ നിന്ന് പുറപ്പെട്ട ഫ്ലൈ 91 വിമാനത്തിലെ യാത്രക്കാർ നേരിട്ട ദുരനുഭവം. അതായത് വലിയ രീതിയിലുള്ള ഭയാനകമായ മണിക്കൂറുകൾ കൂടി അവർ കടന്നുപോയി. മരണത്തെ മുഖാമുഖം കണ്ട 4 മണിക്കൂറുകൾ. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഫ്ലൈ 91 എയർലൈൻസിന്റെ IC3401 വിമാനം പറന്നുയർന്നത്. വൈകുന്നേരം 4:30 ഹുബ്ബള്ളിയിൽ ഇറങ്ങേണ്ടിരുന്ന വിമാനത്തിന്റെ ലാൻഡിങ്ങിന് നിമിഷങ്ങൾ ബാക്കി നിൽക്കെ കാലാവസ്ഥ വില്ലനായി മാറുകയായിരുന്നു. പുറത്തു വന്ന വീഡിയോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വീഡിയോകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇതിലൊക്കെ വ്യക്തമാണ് യാത്രക്കാർ ആകെ പരിഭ്രാന്തരാകുന്നു. അവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. എൻ്റെ ദൈവമേ എന്നടക്കം ഉയർന്ന നിലവിളികളൊക്കെ ശക്തമാണ്. ക്യാബിനുള്ളിൽ നിന്ന് ഇത്തരത്തിലുള്ള നിലവിളികളൊക്കെ മുഴങ്ങി കേൾക്കുകയായിരുന്നു. പരിഭ്രാന്തിയിലായ യാത്രക്കാർ കരയരുതൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന സഹയാത്രികരെയും വീഡിയോയിൽ കാണാവുന്നതാണ്. 4 മണിക്കൂറാണ് ഇത്തരത്തിൽ ഭയാനകമായ ഒരു അന്തരീക്ഷം നിലനിന്നത്. ഹുബ്ബള്ളിയിൽ ഇറങ്ങാൻ കഴിയാതെ വന്നതോടെ പൈലറ്റുമാർക്ക് ലാൻഡിംഗ് ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു. തുടർന്ന് സുരക്ഷിതമായ ഒരു ഇടം കണ്ടെത്തുന്നതുവരെ മുൻഗോഡ്, ദാവൻഗരെ, ശിവമോഗ എന്നീ പ്രദേശങ്ങൾക്ക് മുകളിലായി ഏകദേശം 4 മണിക്കൂറുകളോളം വിമാനം വട്ടം ചുറ്റുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്ക് പൈലറ്റ് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നെങ്കിലും പുറത്തെ കനത്ത കാറ്റും വിമാനത്തിന്റെ കുലുക്കവും യാത്രക്കാരെ വല്ലാതെ തളർത്തി. ഒടുവിൽ രാത്രി 7:30യോടെയാണ് വിമാനം ബംഗളൂരുവിലെ കെമ്പഗൌഡ രാജ്യാന്തര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറങ്ങിയത്. എല്ലാ യാത്രക്കാർക്കും ആശ്വാസം. എന്തായാലും വളരെ ഒരു 4 മണിക്കൂർ അവർ അനുഭവിച്ച ഒരു വേദന അല്ലെങ്കിൽ ഒരു ഭയം അത് പറഞ്ഞറിയിക്കാവുന്നതിലപ്പുറമാണ് നമുക്ക് തന്നെ വ്യക്തമാകുന്ന കാര്യമാണ്. യാത്രക്കാരുടെ കുടുംബാംഗങ്ങൾ എയർലൈനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. സാങ്കേതിക തകരാറുകൾ ഉണ്ട് എന്നതടക്കമുള്ള ആരോപണം കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ടായി. എന്നാൽ കൃത്യമായ ആശയവിനിമയം നടത്തുന്നതിൽ എയർലൈൻ പരാജയപ്പെട്ടു എന്നും യാത്രക്കാർ ആരോപിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ വിമാനത്തിന് യാതൊരുവിധ സാങ്കേതിക തകരാറുകളും ഉണ്ടായിരുന്നില്ലെന്നാണ് ഫ്ലൈ 91 അധികൃതർ അറിയിച്ചത്. കാലാവസ്ഥ മോശമായിരുന്നു. അതുകൊണ്ട് സുരക്ഷ കണക്കിലെടുത്ത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമം അനുസരിച്ചാണ് വിമാനം തിരിച്ചുവിട്ടത്. യാത്രക്കാരുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ഉണ്ടായിട്ടില്ലെന്നും പരിചയസമ്പന്നരായ പൈലറ്റുമാരാണ് വിമാനം നിയന്ത്രിച്ചതെന്നും എയർലൈൻ വ്യക്തമാക്കി. വിമാനം പറക്കുമ്പോൾ അനുഭവപ്പെടുന്ന ക്രമരഹിതമായ കുലുക്കമാണ് ടർബുലൻസ് ആണ് ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പലപ്പോഴും യാത്രക്കാരെ ഭയപ്പെടുത്താറുണ്ടെങ്കിലും വിമാനങ്ങൾ ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാൻ തക്കവണ്ണം കരുത്തുറ്റ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ടർബുലൻസ് സമയത്ത് പരിക്കുകൾ ഒഴിവാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സീറ്റ് ബെൽറ്റ് ധരിക്കുക എന്നത് മാത്രമാണ്. ടർബുലൻസിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്ന് ഇടിമിന്നൽ, കനത്ത കാറ്റിന്റെ ദിശയിലുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ തുടങ്ങിയ കാലാവസ്ഥ വ്യതിയാനങ്ങളാണ്. രണ്ടാമത് ഈ പർവ്വത പ്രദേശങ്ങൾക്ക് മുകളിലൂടെ പറക്കുമ്പോൾ വായു പ്രവാഹത്തിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടാകും. ഇത് കാരണവും ടർബുലൻസ് ഉണ്ടാകാറുണ്ട്. മേഘങ്ങളോ റഡാർ മുന്നറിയിപ്പുകളോ ഇല്ലാതെ സംഭവിക്കുന്ന ക്ലിയർ എയർ ടർബുലൻസും മറ്റൊരു കാരണമാണ്. ഇവ ദൃശ്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ പൈലറ്റുമാർക്ക് ഇത് മുൻകൂട്ടി കാണാൻ സാധിക്കില്ല. അതേസമയം ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അറിഞ്ഞൊരു വാർത്തയാണ് ഡൽഹി വിമാനത്താവളത്തിൽ സ്പൈസ് ജെറ്റും ആകാശ എയർ വിമാനങ്ങളും തമ്മിൽ കൂട്ടിയിടിച്ചത്. ഈ സംഭവത്തിൽ പൈലറ്റുമാർക്ക് സസ്പെൻഷൻ. അപകടത്തിന് കാരണക്കാരായ സ്പൈസ് ജെറ്റ് വിമാനത്തിലെ പൈലറ്റ് ഇൻ കമാൻഡിനെയും കോ പൈലറ്റിനെയും അന്വേഷണ വിധേയമായി ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ടെർമിനൽ 1 ടാക്സി വേയിൽ വെച്ചാണ് ലേയിൽ നിന്നെത്തിയ സ്പൈസ് ജെറ്റ് വിമാനത്തിലെ ചിറക് നിർത്തിയിട്ടിരുന്ന ആകാശ എയർ വിമാനത്തിൽ തട്ടിയത്. വിമാനങ്ങളുടെ ചിറകുകൾക്കും വാല്
ഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചു. യാത്രക്കാരെയൊക്കെ സുരക്ഷിതരായിട്ട് ഇറക്കാൻ സാധിച്ചു എന്നത് ആശ്വാസകരം. പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ കണ്ടെത്താൻ സാധിച്ചത് പൈലറ്റുമാർക്ക് അവരുടെ ഭാഗത്തു നിന്ന് ജാഗ്രത കുറവുണ്ടായി എന്നാണ്. ഇതാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ്. നോക്കൂ, പൈലറ്റുമാരൊക്കെ ഇത്തരത്തിൽ ചെറിയ ജാഗ്രത കുറവ് മതി വലിയൊരു അപകടത്തിലേക്ക് നയിക്കപ്പെടാൻ. അപ്പോൾ ഇവിടെ സംഭവിച്ചത് അവരുടെ ഒരു ജാഗ്രത കുറവാണ് എന്ന് കണ്ടെത്തലുണ്ടായിരിക്കുന്നു. വലിയൊരു അപകടമാണ്, തലനാരിഴയ്ക്ക് ഒഴിഞ്ഞു പോയത്. അപ്പോൾ അത്തരത്തിൽ ജാഗ്രത കുറവ് വരുത്തിയ പൈലറ്റുമാരെ മാറ്റി നിർത്തി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഉത്തരവിട്ടിരിക്കുകയാണ്. സ്പൈസ് ജെറ്റിന്റെ B737-700 വിമാനത്തിന്റെ വലതുവശത്തെ വിംഗ്ലറ്റും ആകാശ എയർ വിമാനത്തിന്റെ ഇടതുവശത്തെ സ്റ്റെബിലൈസറും ഈ കൂട്ടിയിടിയിൽ തകർന്നിരുന്നു. അപകടത്തെ തുടർന്ന് സ്പൈസ് ജെറ്റ് വിമാനം ദില്ലിയിൽ ഗ്രൗണ്ട് ചെയ്തു. ദില്ലിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെടാനൊരുങ്ങിയ ആകാശ എയറിന്റെ QP1406 വിമാനത്തിലാണ് സ്പൈസ് ജെറ്റ് വിമാനം തട്ടിയത്. തങ്ങളുടെ വിമാനം നിർത്തിയിട്ടിരുന്ന സമയത്താണ് സ്പൈസ് ജെറ്റ് വിമാനം വന്ന് തട്ടിയതെന്ന് ആകാശ എയർ വക്താവ് വ്യക്തമാക്കിയിരുന്നു. അപകടത്തിന് പിന്നാലെ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെയും ജീവനക്കാരെ സുരക്ഷിതമായി പുറത്തിറക്കാൻ സാധിച്ചു. യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ ഹൈദരാബാദിലേക്ക് എത്തിക്കാനുള്ള ബദൽ ക്രമീകരണങ്ങളും അധികൃതർ ഏർപ്പെടുത്തിയിരുന്നു.